എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ കലാശക്കൊട്ടിലേക്ക് നമ്മൾ വരികയാണ്. ഒരുമാതിരിപ്പെട്ട ചാപ്റ്റേഴ്സ് എല്ലാം വളരെ പ്രാധാന്യാർഹിതമായ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഫൈനലി വി ആർ എൻറ്ററിങ് ഇൻ ടു 3D 3-dimensional ജിയോമെട്രി. സോ അപ്പോൾ നമ്മുടെ 2014 ഒരു വീഡിയോ, അത് പ്രോബബിലിറ്റിയിൽ ഞാൻ അറിയാം 2014 എന്ന് പറഞ്ഞു പോയി. എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. സാധാരണമാന മനിതൻ അല്ലേ, മിസ്റ്റേക്കുകൾ വരാം. ஆனால் മനിതൻ ഉണർന്നു കൊള്ള ഇത് സാധാരണമാന ചാപ്റ്റർ അല്ലേ, അതെയും താണ്ടി പുനിതമാനത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ചാപ്റ്ററിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് ആയാലും ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആയാലും ഈ പറയുന്ന ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആയാലും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുൾ മാർക്കിങ് പോരുക. അതായത് ഏത് മീഡിയം ലെവലിലുള്ള കുട്ടിക്കും ബിലോ ആവറേജ് ലെവലിലുള്ള കുട്ടിക്കും ഇവിടുന്ന് മാർക്ക് ഉറപ്പിക്കാം, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ അപ്പം നമുക്ക് ആരംഭിക്കാം. ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾസ് 90 ഡിഗ്രി, 135 ഡിഗ്രി, 45 ഡിഗ്രി വിത്ത് എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ്. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനം, ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾസ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി, then cos alpha, cos beta and cos gamma are called direction cosines of the line. ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ. ഓക്കെ, ഈ 3 പേരെ നമ്മൾ ഡയറക്ഷൻ ആംഗിൾസ് എന്ന് വിളിക്കും. എന്താണ് ഡയറക്ഷൻ ആംഗിൾസ്? ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് അഥവാ DCs എന്ന് നമ്മൾ ചുരുക്കി എഴുതും. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്ഷൻ കൊസൈൻസ്. ഇതിന് നൊട്ടേഷൻ ഉണ്ട്, LMN എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് L is equal to കോസ് ആൽഫ, M is equal to കോസ് ബീറ്റ, N is equal to കോസ് ഗാമ. ഈ രീതിയിലാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആൽഫയും ബീറ്റയും ഗാമയും അവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. പറഞ്ഞേ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ആൽഫയുടെ സ്ഥാനത്ത് 90, കോസ് ബീറ്റയുടെ സ്ഥാനത്ത് 135, കോസ് ഗാമയുടെ സ്ഥാനത്ത് 45. കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് 01 ആണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. കോസ് 135 എങ്ങനെ എഴുതണം? കോസ് ഓഫ് 180 മൈനസ് 45 എന്ന് എഴുതണം. കോസ് 45 1/√2, അതായത് 0. കോസ് ഓഫ് പൈ മൈനസ് തീറ്റ പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നേരെ ആൻസർ കിട്ടും, അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. സോ കോസ് ഓഫ് 180 മൈനസ് 45 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 45 ആണ്. ആൻഡ് 1/√2. സോ 0 മൈനസ് കോസ് 45 1/√2, 1/√2. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് ഏതൊക്കെയാ? 0 മൈനസ് 1/√2, 1/√2 ആണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ഈക്വൽ ആംഗിൾസ് വിത്ത് കോർഡിനേറ്റ് ആക്സിസ്. കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് മേക്ക് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണെന്ന്. അതായത് ലൈൻ എക്സ് ആക്സുമായിട്ടും വൈ ആക്സുമായിട്ടും ഇസഡ് ആക്സുമായിട്ടും ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആൽഫ, ബീറ്റ, ഗാമ. അത് 3 സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട് ഡയറക്ഷൻ കൊസൈൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഇതാണ് L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1. അതായത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഈസ് യൂണിറ്റി. അതായത് L² എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്, അതായത് cos² ആൽഫ. M എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റയാണ്, അതായത് cos² ബീറ്റ. N എന്ന് പറഞ്ഞാൽ കോസ് ഗാമയാണ്, അതായത് cos² ഗാമ ഇസ് ഈക്വൽ ടു 1. ആൽഫയും ബീറ്റയും ഗാമയും സെയിം ആണ്.
അപ്പോൾ ബീറ്റയ്ക്കും ഗാമയ്ക്കും പകരം ഞാൻ ആൽഫ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റയ്ക്ക് പകരം ആൽഫ, കോസ് സ്ക്വയർ ഗാമയ്ക്ക് പകരം ആൽഫ ഇസ് ഈക്വൽ ടു 1. 3 പ്രാവശ്യം കൂട്ടിയാൽ 3 കോസ് സ്ക്വയർ ആൽഫ ഇസ് ഈക്വൽ ടു 1. അവിടുന്ന് കോസ് സ്ക്വയർ ആൽഫ ഇസ് ഈക്വൽ ടു 1/3 കോസ് ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/3. ഓക്കെ, സോ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1/3 റൂട്ട് എന്തുവാ? പ്ലസ് ഓർ മൈനസ് 1/√3. ക്ലിയർ ആണല്ലോ? 1ന്റെ റൂട്ട് 1 തന്നെ, 3ന്റെ റൂട്ട് √3. സോ ആൽഫയും ബീറ്റയും ഗാമയും സെയിം ആ. അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫയും കോസ് ബീറ്റയും കോസ് ഗാമയും സെയിം ആയിരിക്കും. കോസ് ആൽഫ 1/√3 ആണെങ്കിൽ കോസ് ബീറ്റ എന്ത് തന്നെ ആയിരിക്കും? പ്ലസ് ഓർ മൈനസ് 1/√3 തന്നെ ആയിരിക്കും. കോസ് ഗാമ എന്ത് തന്നെ ആയിരിക്കും? പ്ലസ് ഓർ മൈനസ് 1/√3 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡയറക്ഷൻ കൊസൈൻസ് ആയല്ലോ. അതായത് L, M, N എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് ലൈൻസ്. 2 ലൈൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. എങ്ങനെയാണ് 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം 2 ലൈൻസിന്റെ സ്റ്റാൻഡേർഡ് രൂപം നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1, ആർ ഇസ് ഈക്വൽ ടു a2 പ്ലസ് മ്യൂ b2. ഓക്കെ, ഇങ്ങനെ 2 ലൈൻസിന്റെ സ്റ്റാൻഡേർഡ് രൂപം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇക്വേഷനിൽ വരുന്നത് ഈ b1ഉം b2 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്താണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു b1 ഡോട്ട് b2 ബൈ മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. b1 ഒന്ന് എടുത്തെഴുതാം. b1 എന്ന് പറഞ്ഞാൽ എന്താണ്? b1 ഇസ് ഈക്വൽ ടു ഇതാണ്ട് ഈ കാണുന്ന ആളാണ് b1, 3i പ്ലസ് 2j പ്ലസ് 6k. b2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ലൈനിൽ a2 പ്ലസ് മ്യൂ b2. ഇതാണ്ട് ഇത് i പ്ലസ് 2j പ്ലസ് 2k. ഓക്കെ, നമുക്ക് ഫോർമുലയുടെ ആവശ്യത്തിനായിട്ട് b1 ഡോട്ട് b2 ആദ്യം കണ്ടുപിടിക്കണം. b1 ഡോട്ട് b2 2 വെക്ടേഴ്സ് എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്? ഐയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കണം പ്ലസ് ജെയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കണം പ്ലസ് കെയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കണം. ഐയുടെ കോയിഫിഷ്യന്റ് ഗുണിച്ചാൽ 3 ഗുണം 1 3, ജെയുടെ കോയിഫിഷ്യന്റ് ഗുണിച്ചാൽ 2 ഗുണം 2 4, കെയുടെ കോയിഫിഷ്യന്റ് ഗുണിച്ചാൽ 2 ഗുണം 6 12, 4 3 7, 12 7 19. ഓക്കെ, അപ്പോൾ b1 ഡോട്ട് b2 കിട്ടി. ഇനി നമുക്ക് മോഡ് b1 വേണം, മോഡ് b2 വേണം. മോഡ് b1 എന്ന് പറഞ്ഞേ റൂട്ട് ഓഫ് ഐ ജെ കെയുടെ കോയിഫിഷ്യൻസിന്റെ സ്ക്വയേഴ്സ് കൂട്ടണം അല്ലേ? ഐയുടെ കോയിഫിഷ്യന്റ് 3, 3ന്റെ സ്ക്വയർ 9, ജെയുടെ കോയിഫിഷ്യന്റ് 2, 2ന്റെ സ്ക്വയർ 4, കെയുടെ കോയിഫിഷ്യന്റ് 6, 6ന്റെ സ്ക്വയർ 36, 36 4 40 9 49, റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് b2 പറഞ്ഞേ റൂട്ട് ഓഫ് ഐ ജെ കെയുടെ കോയിഫിഷ്യൻസിന്റെ സ്ക്വയേഴ്സ് കൂട്ടണം. ഐയുടെ കോയിഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ 1, ജെയുടെ കോയിഫിഷ്യന്റ് 2, 2ന്റെ സ്ക്വയർ 4, കെയുടെ കോയിഫിഷ്യന്റ് 2, 2ന്റെ സ്ക്വയർ 4, 4 4 8 1 9, റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3. എല്ലാം ആയി അല്ലേ? b1 ഡോട്ട് b2 ആയി, മോഡ് b1 ആയി, മോഡ് b2 ആയി. എല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുത്തേ. therefore cos തീറ്റ is equal to b1 ഡോട്ട് b2ന്റെ സ്ഥാനത്തോട്ട് 19, മോഡ് b1ന്റെ സ്ഥാനത്ത് 7, മോഡ് b2ന്റെ സ്ഥാനത്ത് 3, 19/3 21. ഇത് കോസ് തീറ്റയാണ്. നമ്മളോട് തീറ്റയാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. തീറ്റ ഈക്വൽ ടു കോസ് അപ്പുറം പോയാൽ കോസ് ഇൻവേഴ്സ് 19/21 വരും ആൻസർ. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 19/21. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ചോണം. നാളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം വളരെയധികം പ്രതീക്ഷിക്കുന്നത്, അത് പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 2 ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓൾറെഡി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ പട്ടികയിൽ ഇത് ഞാൻ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കാം, സോൾവ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈൻസ് തന്നിട്ടുണ്ട്, അതിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്
ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സ്ക്യൂ ലൈൻസ് ആണിത്. അതായത് നോൺ ഇന്റർസെക്റ്റിങ്ങും നോൺ പാരലും ആയിട്ടുള്ള ലൈൻസിനെയാണ് സ്ക്യൂ ലൈൻസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. സ്പേസിലുള്ള ലൈൻസ്, അതിനിടയിലുള്ള ചെറിയ ദൂരം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിച്ചിരിക്കണേ. സോ രണ്ട് ലൈൻസ്, അതായത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പഴകിയതാണ് എങ്കിൽ പോലും ഒന്ന് പറയാം. R is equal to A1 plus lambda B1, R is equal to A2 plus mu B2. ഇതിന് രണ്ടിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ഓക്കെ, ഈക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു ഹോൾ മോഡുലസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആവാൻ പാടില്ല, അതുകൊണ്ട്. സോ താരതമ്യപ്പെടുത്താം. ഇതാണ് നമ്മുടെ A1, ഇതാണ് നമ്മുടെ B1, ഇതാണ് നമ്മുടെ A2, ഇതാണ് നമ്മുടെ B2. ഓക്കെ, 1 by 1 ആയിട്ട് ചെയ്യാം. A2 മൈനസ് A1 നല്ലോണം ശ്രദ്ധിച്ച് നോക്കി പറയണേ. A2 മൈനസ് A1 ഇങ്ങോട്ട് ഇവിടെ തന്നെ നോക്കി പറഞ്ഞേ. A2വിൽ നിന്ന് A1 കുറയ്ക്കണം. ഓക്കെ, 2i നിന്നും ഒരു i പോയാൽ ബാക്കി ഒരു i. മൈനസ് ജെയിൽ നിന്നും 2j കുറച്ചാൽ മൈനസ് 3j. മൈനസ് കെയിൽ നിന്നും k കുറച്ചാൽ മൈനസ് 2k. അപ്പൊ എന്ത് കിട്ടി? A2 മൈനസ് A1 കിട്ടി. ഓക്കെ, ഇനി അടുത്ത B1 ക്രോസ് B2 ആണ് വേണ്ടത്. B1 ക്രോസ് B2. B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഡിറ്റർമിനന്റ് വരച്ചോണം. ijk. ഇനി B1ൽ ijkയുടെ കോയിഫിഷ്യന്റ്, B1നകത്ത് ijkയുടെ കോയിഫിഷ്യന്റ് 1 മൈനസ് 1 1 1 മൈനസ് 1 1. B2നകത്ത് ijkയുടെ കോയിഫിഷ്യന്റ് 2 1 2. ശരിയല്ലേ? 2 1 2. ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞേ. i ഇൻറ്റു i ഉള്ള റോയും കോളവും പോയി. മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 1 1. ജെയുടെ ചിഹ്നം മാറ്റണം. മൈനസ് j ഇൻറ്റു j ഉള്ള റോയും കോളവും കളഞ്ഞ് 2 മൈനസ് 2 പ്ലസ് k ഇൻറ്റു k ഉള്ള റോയും കോളവും കളഞ്ഞ് 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. ഓക്കെ, മൈനസ് 2 മൈനസ് 1 മൈനസ് 3 i വരും. 2ൽ നിന്ന് 2 പോയ 0 ആയി. അപ്പോൾ ജെയുടെ ടേം അങ്ങ് പോയി. ഇവിടെ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 2 1 3k എന്ന് വരും അല്ലേ? മൈനസ് 3i പ്ലസ് 3k എന്നേ വരുള്ളൂ. ജെയുടെ ടേം 2 മൈനസ് 2 പ്രകാരം അത് 0 ആയിപ്പോയി. സോ അപ്പോൾ B1 ക്രോസ് B2 കിട്ടി. ഇനി അടുത്ത് എന്തോ വേണ്ടേ? A2 മൈനസ് A1ഉം B1 ക്രോസ് B2 തമ്മിൽ ഡോട്ട് എടുക്കണം. ഓക്കെ, A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഈക്വൽ ടു, നോക്കിക്കേ, A2 മൈനസ് A1ന്റെ ആൻസർ ഉണ്ട്. I മൈനസ് 3j മൈനസ് 2k. I മൈനസ് 3j മൈനസ് 2k ഡോട്ട് B1 ക്രോസ് B2. B1 ക്രോസ് B2ന്റെ ആൻസർ മൈനസ് 3i പ്ലസ് 3k അല്ലേ? മൈനസ് 3i പ്ലസ് 3k. സോ നമ്മൾ ചെയ്യേണ്ട ഐയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ ഗുണിക്കുക. ഐയുടെ കോയിഫിഷ്യന്റ് ഇവിടെ 1, ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് മൈനസ് 3 പ്ലസ് ജെയുടെ കോയിഫിഷ്യന്റ് ഗുണിക്കുക. ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് മൈനസ് 3, ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് 0 കാരണം ജെ ഇല്ല. കെയുടെ കോയിഫിഷ്യന്റ് ഗുണിക്കുക. മൈനസ് 2 ഇവിടെ 3. ഓക്കെ, സോ അതായത് മൈനസ് 3 പ്ലസ് 0 മൈനസ് 23 6. മൈനസ് 6ഉം മൈനസ് 3ഉം കൂടെ മൈനസ് 9. ക്ലിയർ ആണല്ലോ? A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്ത് കിട്ടി? മൈനസ് 9. ഇനി അടുത്ത B1 ക്രോസ് B2ന്റെ മോഡുലസ്. മോഡുലസ് ഓഫ് B1 ക്രോസ് B2. മോഡുലസ് ഓഫ് B1 ക്രോസ് B2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് B1 ക്രോസ് B2ന്റെ ഉത്തരം എന്താണ്ട് കിടക്കുന്നു? മൈനസ് 3i പ്ലസ് 3k. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 3യുടെ സ്ക്വയർ 9, 3യുടെ സ്ക്വയർ 9. 9 9ഉം 18. 18നെ എങ്ങനെ എഴുതാം? 2 ഗുണം 9 എന്ന് എഴുതാം. 9ന്റെ റൂട്ട് 3 ആയിട്ട് പുറത്തു വരും. ബാക്കി റൂട്ട് 2. ഇപ്പൊ 3 റൂട്ട് 2. ശരിയാണല്ലോ? നമുക്ക് വിലകളെല്ലാം കിട്ടി. രണ്ട് ഈക്വേഷനിലോട്ട് കൊടുക്കാം. D is equal to, therefore shortest distance between the given skew lines, that is D is equal to modulus of A2 minus A1 dot B1 cross B2 minus 9. മൈനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതിനാണ് മോഡുലസ് ഇടുന്നത്. പോസിറ്റീവ് ആണ്, കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ് -9 ആയിട്ട് തന്നെ ഇടുന്നത്. ഓക്കെ, അവിടെ മോഡുലസ് എടുത്ത് പോസിറ്റീവ് ആക്കത്തില്ല. താഴെ ആര് വരും? മോഡുലസ് ഓഫ് B1 ക്രോസ് B2 3 റൂട്ട് 2. 3 9 കൂടെ വെട്ടി 3.
-3ന്റെ മോഡുലസ് +3 താഴെ √2. ഓക്കെ, ഇവിടെ വരെ എഴുതിയ ഫുൾ മാർക്ക് കിട്ടും. ടീച്ചേഴ്സിന്റെ ആൻസർ കീക്കകത്ത് ഇങ്ങനെ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കും. മുകളിലും താഴെ √2 കൊണ്ട് ഗുണിച്ച് 3√2/√2 കൂടെ ചേർന്ന് 2. ഇതായിരിക്കും ടീച്ചേഴ്സിന്റെ ആൻസർ കീയിലെ ആൻസർ. ഇവിടം വരെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ആംഗിൾ ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രഡിക്റ്റബിൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ അപ്കമിങ് പബ്ലിക് എക്സാം. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാം എല്ലാവരും അടിച്ച് പൊളിച്ച് എഴുതുക. നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയവർക്കെല്ലാം അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. എല്ലാവരും ഉയർന്ന സ്കോർ നേടി പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ ആൻഡ് ഓൾവേസ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എല്ലാവരും വീഡിയോസ് നല്ല രീതിയിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഒബ്വിയസ്ലി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഒക്കെ ഭാവിയിൽ എഞ്ചിനീയറിംഗിന് പോകുന്നവർക്കൊക്കെ പ്രയോജനകരമാകുന്ന ക്ലാസ്സുകൾ മാത്തമാറ്റിക്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് കൂടെ ഇതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, സീ യു.